കോൺഗ്രസിന്റെ മന്ത്രിസഭാ ചർച്ചകൾ വഴിമുട്ടുന്നു. 2 മന്ത്രിസ്ഥാനങ്ങളിൽ ഭിന്നത രൂക്ഷമാണ്. സ്പീക്കർ പദവി വേണ്ട, മന്ത്രിസ്ഥാനം തന്നെ വേണമെന്ന നിലപാടിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വയനാട്ടിൽ നിന്ന് മന്ത്രി വേണമെന്ന പ്രിയങ്ക ഗാന്ധി നിലപാടെടുത്തതോടെ ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ എന്നിവരെ പരിഗണിക്കണമെന്ന ആവശ്യത്തിന് മുന്നിലും നേതൃത്വം പ്രതിസന്ധിയിലാണ്. VT ബൽറാമിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കുകയാണ് VD സതീശൻ. സ്പീക്കർ പദവിയിൽ പരിഗണിക്കണമെന്നാണ് N ശക്തന്റെ ആവശ്യം. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഈ ആശയക്കുഴപ്പങ്ങൾ എപ്പോഴാണ് തീരുക? ഈ ചർച്ചകൾ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? വേഗം തീരുമാനമാക്കണ്ടേ? റോഷ്നി, സമയം വൈകുന്നുണ്ട്. കാരണം ഇന്ന് വൈകിട്ടോടെ തന്നെ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിൽ എത്തിക്കേണ്ടതുണ്ട്. കാരണം നാളെ രാവിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് UDF ആസൂത്രണം ചെയ്തത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ചർച്ചകൾ വഴിമുട്ടുകയാണ്. കാരണം ചില മന്ത്രിപദം സംബന്ധിച്ചാണ് തർക്കം. ഇപ്പോൾ 2 മന്ത്രിപദം സംബന്ധിച്ച് മാത്രമാണ് അന്തിമഘട്ടത്തിൽ തർക്കം രൂക്ഷമായി നിൽക്കുന്നത്. അതിൽ IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ് എന്നിവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഒരു ഭാഗത്ത് ശക്തമാണ്. അതേസമയം തന്നെ റോജി M ജോൺ അടക്കമുള്ള ആളുകളുടെ പേരുകളും അവസാന ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിൽ ആണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നതെങ്കിൽ തിരുവഞ്ചൂർ സ്പീക്കർ പദവി വേണ്ട, മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. തിരുവഞ്ചൂരിനെ മന്ത്രിപദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ച ആരെങ്കിലും ഒരാളെ ഒഴിവാക്കേണ്ടി വരും. ആ ഘട്ടത്തിലാണ് സ്പീക്കർ പദവിയിലേക്ക് VT ബൽറാമിനെ പരിഗണിക്കണമെന്ന ആവശ്യം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം അങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ N ശക്തനെ സ്പീക്കർ പദവിയിൽ പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അങ്ങനെ പല നിർദ്ദേശങ്ങൾ ഇങ്ങനെ അവകാശവാദവുമായി എത്തുന്നതാണ്. ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഒരു പരിഹരിക്കാൻ നോക്കുമ്പോഴാണോ പുതിയതായി രൂപപ്പെടുന്ന പ്രശ്നങ്ങൾ? ഇപ്പോ T സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, ഇതിൽ ഒരാളെയല്ലേ പരിഗണിക്കാൻ പറ്റുള്ളൂ? അങ്ങനെയല്ലേ ഫോർമുല? മറ്റൊന്ന് റോജി M ജോൺ, ചാണ്ടി ഉമ്മൻ, ഈ 2 പേരിൽ ഒരാളെ എന്ന നിലയ്ക്കല്ലേ ചർച്ചകൾ ഉണ്ടായിരുന്നത്? അങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ള സാധ്യതയിലേക്ക് കൂടുതലായി എത്തിയിരുന്നത്. പക്ഷെ ഇതിപ്പോൾ കൂടുതൽ പേർ അവകാശവാദങ്ങളുമായി രംഗത്ത് വരികയാണോ? റോഷ്നി, അങ്ങനെയാണ്. പ്രാഥമികമായി പട്ടിക തയ്യാറാക്കിയതാണ്. ഇന്ന് നേരം വെളുത്തപ്പോഴാണ് ആ പട്ടികയുടെ മേൽ പുതിയ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നത്. നേരത്തെ ചാണ്ടി ഉമ്മൻ ഈ മന്ത്രിസഭയിൽ ബർത്ത് ഉറപ്പിച്ച ആളായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ പകരം പുതിയ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. കാരണം ഇന്നലെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഷാനിമോൾ ഉസ്മാനെയും ഏതാണ്ട് തീരുമാനിച്ചതാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവി ഏറ്റെടുക്കാൻ സന്നദ്ധനാകുന്നില്ല. അവിടെ മന്ത്രിസഭയിലേക്കാണ് അദ്ദേഹം താല്പര്യം അറിയിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരാളെ, മന്ത്രിസഭയിൽ പരിഗണിച്ച ഒരാളെ മാറ്റി അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വെക്കേണ്ടി വരും. പക്ഷേ ആ ഘട്ടത്തിൽ അവിടെ റോജി M ജോണിനെ പരിഗണിക്കണം. ഇപ്പോൾ ചാണ്ടി ഉമ്മനെ മാറ്റുകയാണെങ്കിൽ റോജി M ജോണിനെ പരിഗണിക്കണമെന്ന ആവശ്യം വരുന്നു. അതേസമയം വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അവിടെ IC ബാലകൃഷ്ണനെ, T സിദ്ദിഖ് അടക്കമുള്ളവരെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാണ്. നേരത്തെ രമേശ് ചെന്നിത്തല തന്നെ അൻവർ സാദത്ത് ഒപ്പം IC ബാലകൃഷ്ണൻ 2 പേരെയും മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. IC ബാലകൃഷ്ണൻ ആണെങ്കിൽ ആദിവാസി മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ അങ്ങനെ ഒരു പരിഗണന നൽകി ഉൾപ്പെടുത്തണമെന്ന ഒരു നിലപാട് ഹൈക്കമാൻഡിന് കൂടിയുണ്ട്. പക്ഷെ അക്കാര്യത്തിലും അന്തിമ തീരുമാനമായിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. കാരണം പല നേതാക്കളും പല MLA മാരും അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഈ നേതൃത്വം വല്ലാതെ പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലാണ് ചർച്ചയെങ്കിലും ആ ചർച്ചയിൽ KPC അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം ഹൈക്കമാൻഡ് പ്രതിനിധിയായി ദീപാദാസ് മുൻഷിയും അതേപോലെ തന്നെ ടെലിഫോണിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പലപ്പോഴായി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോഴും 2 മന്ത്രിപദത്തിന് വേണ്ടിയുള്ള ചർച്ചകളും അത് തർക്കത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒരു ഇടവേള എടുത്തതാണ്. തിരിച്ചു വന്ന് വീണ്ടും മന്ത്രിസഭാ ചർച്ചകളിലേക്ക് പോകാനാണ് തീരുമാനം. നേരത്തെ ലോക് ഭവനിൽ നിയുക്ത മുഖ്യമന്ത്രി പട്ടികയുമായി എത്തുമെന്ന സന്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് എത്തുക എന്ന് ലോക് ഭവനിൽ അറിയിച്ചിട്ടില്ല എന്നാണ് ലോക് ഭവനിലെ ഉദ്യോഗസ്ഥന്മാർ അറിയിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ 10 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കുമെന്നുള്ളതിൽ ഇവർക്ക് ഉറപ്പുണ്ടല്ലോ അല്ലെ? നേരത്തെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം പ്രേക്ഷകർ മുഴുവനായി കേട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം പറഞ്ഞത് സത്യപ്രതിജ്ഞ കൃത്യസമയത്ത് തന്നെ നടക്കുമെന്നാണ്. ഈ മുഴുവൻ മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമല്ലോ അല്ലെ? നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കട്ടെ. റോഷ്നി, നാളെ രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ നടത്തും. ആ കാര്യത്തിൽ സംശയമില്ല. ഈ ചർച്ച ഒരുപക്ഷെ 1 മണിക്കൂറിനകം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിലെ നേതാക്കളാണ് ചർച്ച നയിക്കുന്നത്. ആ ചർച്ച കേരളത്തിലെ നേതാക്കൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അന്തിമഘട്ടത്തിൽ അതിൽ ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തോടെ ഇടപെടലുണ്ടാകും. പിന്നീട് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ആ പട്ടികയിൽ ഒരു ഉടച്ചുവാർക്കലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർ ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനമാക്കി കഴിഞ്ഞാൽ
സ്വാഭാവികമായും അവർക്ക് താല്പര്യമുള്ള MLA-മാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ 2 മന്ത്രി പദം സംബന്ധിച്ച് മാത്രമേ അതിൽ ആശയക്കുഴപ്പമുള്ളൂ. മറ്റ് ചർച്ചകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. അതേപോലെ തന്നെ ഈ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ചും പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പലരും പല വകുപ്പുകൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച ചർച്ച ഇതിന് ശേഷം വീണ്ടും തുടരാനുള്ള ആലോചനയിലേക്കാണ് നേതൃത്വം പോകുന്നത്. ഇപ്പോൾ VD സതീശൻ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇവിടെ തുടരുന്നു. ദീപാദാസ് മുൻഷി അവരുടെ ശാസ്ത്രമംഗലത്തെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോയിരിക്കുകയാണ്. അവരൊക്കെ ഏറെ വൈകാതെ തിരിച്ചെത്തും. എന്തായാലും രാത്രിയോടെയെങ്കിലും ഈ പട്ടിക ലോക്ഭവനിലേക്ക് എത്തണം. കാരണം അവർക്ക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കേണ്ടതുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണയ്ക്ക് സമാനമായി ഏറെ വൈകിയാണ് ലോക്ഭവനിലേക്ക് ഈ മന്ത്രിമാരുടെ പട്ടിക എത്തിച്ചത്. അതുകൊണ്ട് വൈകി എത്തിയാലും കുഴപ്പമില്ല. കാരണം ഈ വിജ്ഞാപനം ഇറക്കുന്നതൊക്കെ അതൊരു നടപടിക്രമം മാത്രമാണ്. അത് അവിടെ പട്ടിക എത്തിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ വിജ്ഞാപനം ഇറക്കും. നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും. അതിൻ്റെ അകത്തൊന്നും ആശയക്കുഴപ്പം ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിനോ UDF നേതൃത്വത്തിനോ ഇല്ല. ഇടയിൽ മുസ്ലിം ലീഗ് നേതൃത്വം അവരുടെ മന്ത്രിമാരുടെ പട്ടിക പല പ്രാതിനിധ്യങ്ങളെ ചൊല്ലിയും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. വലിയ ആശയക്കുഴപ്പങ്ങളൊക്കെ രൂപപ്പെടുന്നുണ്ടല്ലോ. ഈ വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള ചർച്ച എങ്ങനെയാണെന്ന് കൂടി ഒന്ന് അറിയണമായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു കേട്ട് ഉറപ്പുള്ള പേര് ബിന്ദു കൃഷ്ണ മാത്രമാണുള്ളത്. ഇപ്പൊ ഷാനിമോൾ ഉസ്മാനെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ സംഘടനാ സീനിയോറിറ്റി നോക്കുമ്പോൾ ബിന്ദു കൃഷ്ണയേക്കാൾ വളരെ സീനിയറായ നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ. പക്ഷെ ഒരു മന്ത്രിസ്ഥാനം പോലും ലഭിക്കാതെ പോകുമെന്നുള്ളതാണ് ഏറ്റവും ഒടുക്കവും അറിയാൻ കഴിയുന്നത്. നോക്കൂ, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് വനിതാ മുഖ്യമന്ത്രി പോലും വേണമെന്നുള്ളതാണ്. അപ്പോൾ ഈ വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ച് അങ്ങനെ വലിയ രീതിയിലൊന്നും ചർച്ചകളില്ലേ? ഈ മുതിർന്ന നേതാക്കളൊക്കെ മറ്റുള്ള MLA-മാരൊക്കെ കടുംപിടുത്തം പിടിക്കുമ്പോഴും ഈ ഒരു വനിതാ പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ തർക്കങ്ങളില്ല അല്ലേ? റോഷ്നി, അങ്ങനെ ഒരു ചർച്ചയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തവണ UDF-ന് കൂടുതൽ വനിതാ MLA-മാരുണ്ട്. പക്ഷേ ഇത്തവണ വനിതാ MLA-മാർ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ വനിതാ മന്ത്രിമാർ വേണമെന്ന ആവശ്യം ഒരു കോണിൽ നിന്നും ഉയർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാമുദായിക സമവാക്യങ്ങൾ, പ്രാദേശികമായ പല പരിഗണനകൾ എല്ലാം ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് ഭാഗമാകുന്നുണ്ട്. പക്ഷേ എല്ലാം പരിഗണിക്കുമ്പോഴും വനിതാ മന്ത്രി ബിന്ദു കൃഷ്ണ മാത്രമേ ഉള്ളൂ. നേരത്തെ ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ശക്തിയുക്തം ബാധിച്ചെങ്കിലും അവിടെ ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് മാത്രമാണ്, ക്യാബിനറ്റ് റാങ്കാണ്. പക്ഷേ മന്ത്രിസഭയിലേക്ക് അവരെ പരിഗണിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിൽ നേരത്തെ മുൻ MP കൂടിയായ രമ്യ ഹരിദാസ് ഉണ്ട്. കോഴിക്കോട് നിന്നാണെങ്കിൽ അവിടെ വിദ്യാ ബാലകൃഷ്ണനുണ്ട്. അങ്ങനെ ഒട്ടേറെ വനിതകൾ. ഇപ്പോൾ കോങ്ങാട് നിന്നും വിജയിച്ച KA തുളസിയുണ്ട്. അങ്ങനെ നിരവധി പേർ വനിതകളായി MLA-മാരായി സഭയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അതിൽ ഒറ്റ വനിതയിൽ ഒതുക്കുന്നു. സാധാരണ കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ കുറെ കാലമായി ഒരു വനിതാ മന്ത്രി മാത്രമേ ഉണ്ടാകാറുള്ളൂ. അത് കോൺഗ്രസിന് മാത്രം, മുസ്ലിം ലീഗെന്നോ അല്ലെങ്കിൽ UDF-എന്നോ മൊത്തത്തിൽ നോക്കിയാൽ ഒരു വനിതാ മന്ത്രി. കഴിഞ്ഞ തവണ PK ജയലക്ഷ്മിയാണ് മന്ത്രിയായിരുന്നെങ്കിൽ ഈ തവണ ബിന്ദു കൃഷ്ണ മന്ത്രിയാകുന്നു. ഈ തവണ ആകെയുള്ള ഒരു പ്രത്യേകത ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഒരു വനിതയെ പരിഗണിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ്. സാധാരണ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ക്യാബിനറ്റ് റാങ്കിലേക്കോ വനിതകളെ പരിഗണിക്കുന്നത് പതിവല്ല. പക്ഷേ ഈ തവണ ഒരാളെ കൂടി പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അങ്ങനെ ഒരു ആവശ്യം ശക്തമാണ്. കൂടുതൽ വനിതകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. കാരണം രാഹുൽ ഗാന്ധിയുടെ നിലപാട് തന്നെ അങ്ങനെയാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെ സ്വപ്നമാണ്. കൂടുതൽ വനിതാ നേതാക്കൾ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരണമെന്ന നിലപാട് രാഹുൽ ഗാന്ധിക്കുണ്ട്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നേതാക്കൾ ഉയർന്നു വരണം. കാരണം നമ്മൾ റായ്പൂരിലെ പ്ലീനറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും അത് തന്നെയായിരുന്നു. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പാർട്ടിയിൽ പ്രാതിനിധ്യം നൽകണം. സർക്കാരിൽ മന്ത്രി പദവിയിൽ മറ്റു പദവികളിലൊക്കെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ പരിഗണിക്കണം. അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അത്തരമൊരു നിലപാടെടുത്തത്. അവിടെ പ്രമേയം തന്നെ അവതരിപ്പിച്ചിരുന്നതാണ് പ്രധാനപ്പെട്ട. പക്ഷേ കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് പ്രാതിനിധ്യത്തിൽ വന്നു. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പിന്നോക്ക വിഭാഗത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനം കർണാടകയിൽ മുഖ്യമന്ത്രിയും അവിടെയുള്ള ആഭ്യന്തരമന്ത്രി അടക്കം നിരവധി പേർ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്നെങ്കിലും കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ പരിഗണന വരുന്നില്ല എന്ന പരാതി പാർട്ടിക്കകത്ത് ഉയരുന്നുണ്ട്. പക്ഷേ എല്ലാ സാമുദായിക ഘടകങ്ങളും പ്രാദേശിക ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഇങ്ങനെ പരിഗണിക്കപ്പെടേണ്ടവർ പുറത്താകുന്നത്. ഏതായാലും വനിതാ പ്രാതിനിധ്യം സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകളുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയുടെ പ്രതികരണവും അവരുടെ നിലപാടൊക്കെ ഈ കാര്യത്തിൽ പ്രധാനമാണ്. ഈ മറ്റൊരു കാര്യം, ഇപ്പൊ സ്പീക്കർ പദവിയെ ചൊല്ലി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു ഘട്ടത്തിൽ അത് പരിഗണിച്ചുകൊണ്ട് ഇനി മറ്റൊരു സ്പീക്കർ, അതിപ്പോൾ VT ബൽറാം എന്ന് പറയുന്ന ആലോചന വരുന്നു. ഇനി അല്ല ശക്തൻ ഉന്നയിക്കുന്നത് തനിക്ക് സ്പീക്കർ പദവി വേണമെന്നാണ്. അപ്പോ സ്പീക്കർ പദവിയെ സംബന്ധിച്ചും തർക്കമാണോ?
റോഷ്നി, സ്പീക്കർ പദവിയിൽ ഏറ്റവും പരിചയ സമ്പത്തുള്ള ഒരു നിയമസഭാ സാമാജികൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെയുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. കാരണം LDF ആണ് പ്രതിപക്ഷത്തുള്ളത്. സ്വാഭാവികമായും കരുത്തോടെ LDF സർക്കാരിനെതിരെ ആഞ്ഞടിക്കും. നിയമസഭയിൽ പലപ്പോഴും നിയമസഭ പ്രക്ഷുബ്ധമാകും. ആ ഘട്ടത്തിൽ സഭാ നടപടികൾ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, കൃത്യമായി ഇടപെടണമെങ്കിൽ പരിചയ സമ്പത്തുള്ള ഒരു മുതിർന്ന അംഗം സ്പീക്കറായി വരണം. അത് കോൺഗ്രസിന്റെ ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് സ്പീക്കർ പദവിയിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിഗണിച്ചത്. കാരണം അതൊരു മെയ്വഴക്കത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പദവിയാണ് സ്പീക്കർ പദവി. കാരണം നിയമസഭയിൽ പലപ്പോഴും ഈ പുറത്ത് തെരുവിലെ രാഷ്ട്രീയ യുദ്ധം പോലെയോ വാക്പോര് പോലെയോ അല്ല അവിടെ ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അതൊക്കെ ഹൃദ്യസ്ഥമായ, അതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു MLAക്ക് മാത്രമേ നിയമസഭ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചത് നേതാക്കൾ. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിന് ഒരുക്കമല്ല, ആ പദവി ഏറ്റെടുക്കാൻ ഒരുക്കമല്ല. മുഖ്യ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണം എന്ന ആവശ്യമാണ് KPCC നേതൃത്വത്തിന്റെ മുന്നിൽ വെച്ചത്. ആ കാര്യം ഏതായാലും KPCC നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. അതും മുന്നിൽ ഒരു കീറാമുട്ടിയായി മാറിയിട്ടുണ്ട്. കാരണം മുതിർന്ന അംഗം കൂടിയാണ് അദ്ദേഹം, അച്ചടക്ക സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. ഒരു നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ അത് അവഗണിച്ചെങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള മറ്റൊരു പ്രതിസന്ധി. ഏതായാലും അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരുവഞ്ചൂരിനെ തന്നെ സ്പീക്കർ പദവിയിൽ നിലനിർത്താനുള്ളൊരു ആലോചന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ട്. കാരണം മറ്റൊരാൾ, ഒരു പരിചയ സമ്പത്തില്ലാത്ത ഒരാളെ സ്പീക്കർ പദവിയിൽ നിർത്തിക്കഴിഞ്ഞാൽ അത് തലവേദനയാകും. അതാണ് കോൺഗ്രസ് നേതൃത്വം തിരുവഞ്ചൂരിനെ തന്നെ ആ പദവിയിൽ പരിഗണിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. ശരി, നോക്കാം. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഈ ഒരു തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.